കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 7 യൂണിറ്റ് 4 റസൽ ഓഫ് വിങ്സിലെ ഫസ്റ്റ് ലെസണായ രഞ്ജീസ് മാജിക് ബാറ്റിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ, യുവർ ക്ലാസ് റൂം അറ്റ് 2310. റസൽ ഓഫ് വിങ്സ് എന്താ അതിൻ്റെ അർത്ഥം? ചിറകടിയുടെ ശബ്ദം. ഇവിടെ ഒരു ചിറക് വിരിച്ച് പറന്ന് വരുന്ന ഒരു പ്രാവിനെ നമുക്ക് കാണാം. ഇഫ് വി did all the things we are capable of, we would literally astound ourselves. എന്താ ഇവിടെ പറയുന്നത്? നമ്മളെ കഴിവിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോകും. എന്താണ് ലിറ്ററലി അസ്റ്റൗണ്ട്? അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോവുക. ആരാ പറഞ്ഞത്? തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ വാസ് എൻ അമേരിക്കൻ ഇൻവെൻറ്റർ ആൻഡ് ബിസിനസ്മാൻ. അതായത് ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനായിരുന്നു, ഒരു കണ്ടുപിടുത്തക്കാരനായിരുന്നു, ഒരു വ്യവസായിയായിരുന്നു. ഹി ഡെവലപ്ഡ് മെനി ഡിവൈസസ് ഇൻ ദ ഫീൽഡ് സച്ച് ആസ് ഇലക്ട്രിക് പവർ ജനറേഷൻ. അതായത് ഇദ്ദേഹമാണ് ജനറേറ്റർ ഡെവലപ്പ് ചെയ്തത്. പിന്നെ മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ഒരു വിഷയം, ഒരു ന്യൂസ് അനേകരിലേക്ക് ഒരേ സമയത്തേക്ക്, അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ സൗണ്ട് റെക്കോർഡിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങൾ, പിന്നെ മോഷൻ പിക്ചർ, ചലച്ചിത്രത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, പിന്നെ ബൾബും ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഹാവ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് ഓർ എ സിമിലർ സ്പോർട്സ് ഇവൻറ്റ്? നിങ്ങൾ സ്കൂളിൽ നടക്കുന്ന ക്രിക്കറ്റ് മാച്ചുകൾ, അതിൽ എന്തെങ്കിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവൻറ്റ്, അതായത് സ്പോർട്സ് ഐറ്റത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെൻറ്റ് ഓർ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഒരു മറക്കാനാവാത്ത നിമിഷം അല്ലെങ്കിൽ ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ സാധിക്കുമോ? രഞ്ജീസ് മാജിക് ബാറ്റ് എന്ന ലെസനാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. ഇത് എഴുതിയത് റസ്കിൻ ബോണ്ടാണ്. ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന ഒരു സീനാണ് നിങ്ങളിവിടെ കാണുന്നത്. ദ സ്കോർ സ്റ്റുഡ് അറ്റ് 53 ഫോർ 4 വിക്കറ്റ്സ്. അങ്ങനെ കളിയുടെ സ്കോർ എത്രയാണ്? 4 വിക്കറ്റ് പോയി. 53 റൺസേ ആ ടീം എടുത്തിട്ടുള്ളൂ. അനദർ 60 റൺസ് ഹാഡ് ടു ബി മെയ്ഡ് ഫോർ വിക്ടറി. ആ ടീം ജയിക്കണമെങ്കിൽ ഇനി 60 റൺസ് എടുക്കണം. രഞ്ജി വാസ് അറ്റ് ദ ക്രീസ്. അങ്ങനെ രഞ്ജി എന്ന് പറഞ്ഞ കുട്ടി ക്രീസിൽ നിൽക്കുന്നുണ്ട്. എന്താണ് ഈ ക്രീസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രിക്കറ്റ് പിച്ചിൻ്റെ ഫോട്ടോ കാണാം. ഇവിടെ 3 സ്റ്റംപ്സ് കാണാം. ഇതേപോലെ 3 സ്റ്റംപ്സ് അപ്പുറം ഉണ്ടാവും. ഈ സ്റ്റംപ്സിൻ്റെ മുന്നിൽ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ലൈൻ കാണാം. ആ ലൈനിനാണ് ക്രീസ് എന്ന് പറയുന്നത്. എന്താ നോക്കാം. The crease is a horizontal line that is 4 feet in front of the stumps at each end of the pitch. ഈ പിച്ചിൻ്റെ ഈ എൻഡിലും അങ്ങേ എൻഡിലും ഈ സ്റ്റംപ്സിൻ്റെ മുന്നിലേക്ക് 4 അടി വിട്ടിട്ട് ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിനാണ് ക്രീസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ബേസ് ചെയ്തിട്ട് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. ബാറ്റ്സ്മാനും ബൗളേഴ്സിനും കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കണ്ട. ഈ ക്രീസ് എന്താണെന്നുള്ള ലൈന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് എക്സ്ട്രാ ആഡ് ചെയ്തത്. ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ ബാറ്റിംഗ് ഓർഡർ. ദ റെസ്റ്റ് വർ ബൗളേഴ്സ്. അപ്പം രഞ്ജിയാണ് ആ ബാറ്റിംഗ് ഓർഡറിലുള്ള അവരുടെ ടീമിൻ്റെ ലാസ്റ്റ് ബാറ്റ്സ്മാൻ. ബാക്കി എല്ലാവരും ബൗളേഴ്സ് ആയതുകൊണ്ട് നല്ലോണം ബാറ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയില്ല അവർക്ക്. അതുകൊണ്ട് സ്കോറിംഗ് കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ രഞ്ജിൻ്റെ അടുത്ത് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. ദേ കുഡിൻ ബി എക്സ്പെക്റ്റഡ് ടു സ്കോർ മെനി റൺസ്. അങ്ങനെ ആ ബൗളേഴ്സ് കൂടുതൽ റൺ എടുക്കുന്നുള്ള യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ദ ഫേറ്റ് ഓഫ് ഹിസ് ടീം വാസ് ഇൻ ഹിസ് ഹാൻഡ്സ്. അങ്ങനെ രഞ്ജിൻ്റെ മേലെയാണ് ഈ ടീമിൻ്റെ വിധി അല്ലെങ്കിൽ ഭാഗ്യം ഉള്ളതെന്ന് അവർ വിചാരിക്കുന്നത്. ഹിസ് ടീം ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം ഫോർ ഹി ഹാഡ് സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ് ഇൻ മെനി ഓഫ് ഇറ്റ്സ് മാച്ചസ്. അങ്ങനെ രഞ്ജിനെ ഇവർ വളരെയധികം വിശ്വസിച്ചിരുന്നു. കാരണം ഇതിന് മുന്നുള്ള മാച്ചിലൊക്കെ രഞ്ജി നല്ലോണം സ്കോർ ചെയ്തൊരു ബാറ്റ്സ്മാനാണ്. രഞ്ജി ടുക്ക് ഹിസ് ഗാർഡ് എന്ന് പറഞ്ഞാൽ രഞ്ജി വന്ന് വിക്കറ്റിന് മുമ്പിൽ ആ കറക്റ്റ് പൊസിഷൻ എടുത്ത് നിന്നു. The tall fast bowler came down on his long run-up and hurdled the ball at Ranji'S stumps. അങ്ങനെ ആ ഫാസ്റ്റ് ബൗളർ വളരെ ഫാസ്റ്റ് ബൗൾ ചെയ്യുന്ന ഒരാളാണ്, വളരെ ഹൈറ്റുള്ളൊരു വ്യക്തിയാണ്. അവർ ഓടി നല്ലോണം ദൂരത്ത് നിന്ന് ഓടി വന്ന് രഞ്ജിൻ്റെ വിക്കറ്റ് നോക്കിയിട്ട് ബൗൾ ചെയ്തു, എറിഞ്ഞു. ഹേർഡിൽ എന്ന് പറഞ്ഞാൽ എറിയുക. രഞ്ജി വാസ് ഗോയിങ് ടു ലോഞ്ച് ഫോർവേഡ് ആൻഡ് പ്ലേ ദ ബോൾ ബാക്ക് ടു ദ ബൗളർ. But at the last moment, he changed his mind and stepped back, intending to push the ball through the ring of fielders on the offside. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? രഞ്ജി ആദ്യം തീരുമാനിച്ചു മുന്നോട്ട് പോയിട്ട് ആ ബോളിനെ ഫേസ് ചെയ്യണം, അടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തു? രഞ്ജി ബാക്കോട്ട് നീങ്ങിയിട്ട് ആ ഓഫ് സൈഡിൽ നിൽക്കുന്ന ഫീൽഡേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ അടിക്കണം എന്ന് വെച്ചിട്ട് രഞ്ജി ബാക്കോട്ട് ഒന്ന് സ്റ്റെപ്പ് ചെയ്തു. ദ ബോൾ സ്വങ് ഇൻ ദ എയർ
shot off the grass and came through sharply to strike Ranji on his pads. ഇവിടെ എന്താ സംഭവിച്ചത്? ആ ബൗളർ ബൗൾ ചെയ്തു, അങ്ങനെ എയറിൽ കൂടെ അത് കറങ്ങി തിരിഞ്ഞ് ഒരു സ്ഥലത്ത് പിച്ച് ചെയ്തതിന് ശേഷം വളരെ ഷാർപ്പായിട്ട് വളരെ സ്പീഡിലാണ് ആ വിക്കറ്റിൻ്റെ അടുത്തേക്ക് അത് വന്നത്. പക്ഷെ വന്നിട്ട് തട്ടിയത് എവിടെയാണ്? രഞ്ജിൻ്റെ പാഡ്സിൽ തട്ടി, കാലിന് കെട്ടിയിരിക്കുന്ന ആ പാഡിൽ തട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ആ പന്ത് വന്നിട്ട് രഞ്ജിൻ്റെ പാഡ്സിൻ്റെ മേലെ തട്ടി. അപ്പോൾ അമ്പയർ LBW ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ അർത്ഥം രഞ്ജി ഔട്ടായി. എന്താണ് ഈ LBW? ലെഗ് ബിഫോർ വിക്കറ്റിൻ്റെ ഷോട്ടാണ് LBW. എന്താണ് ഇത് സംഭവിക്കുന്നത് നോക്കാം. ഈ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബോള് ബാറ്റ് ചെയ്യാൻ സാധിക്കാതെ മിസ്സായിട്ട് കാലിൽ വന്ന് തട്ടും. അങ്ങനെ തട്ടുന്ന കാല് അവിടുത്തെ സ്റ്റംപ്സിൻ്റെ നേരെ മുമ്പിൽ, അതായത് വിക്കറ്റിന് നേരെ മുമ്പിലാണെങ്കിൽ ഈ ബാറ്റ്സ്മാൻ ഔട്ടായെന്ന് അമ്പയർ ഡിക്ലെയർ ചെയ്യും. അത് ക്രിക്കറ്റിൻ്റെ ഒരു റൂളാണത്. അങ്ങനെയാണ് രഞ്ജി ഔട്ടായത്. രഞ്ജി വാക്ക്ഡ് ബാക്ക് ഡിജക്റ്റഡ് ടു ദ പെവിലിയൻ. അങ്ങനെ നിരാശയോടുകൂടെ രഞ്ജി പെവിലിയനിലേക്ക് നടന്നുപോയി. എന്താണ് ഈ പെവിലിയൻ? കളിക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് പെവിലിയൻ എന്ന് പറയുന്നത്. ദ അതർ ബാറ്റ്സ്മാൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ് ആൻഡ് ദ ടീം ലോസ്റ്റ് ദ മാച്ച്. മറ്റുള്ള ബാറ്റ്സ്മാൻ, അതായത് അവരൊക്കെ ബൗളേഴ്സ് ആയിരുന്നല്ലോ, അപ്പം ഇവർ പ്രതീക്ഷിച്ച പോലെ തന്നെ അവർക്കൊന്നും അധികം റൺസ് എടുക്കാൻ പറ്റിയില്ല. രഞ്ജിത്തിന്റെ ടീം മാച്ച് തോറ്റുപോയി. On his way back home, Ranji passed Mr. Kumar's sports shop next to the clock tower. അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള ഒരു സ്പോർട്സ് കടയുണ്ട്. ആയിരുന്നു അത്? മിസ്റ്റർ കുമാറിൻ്റെ. ആ കട രഞ്ജി കടന്നുപോയി. ഇറ്റ് വാസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഹോൺസ് എന്ന് പറഞ്ഞാൽ രഞ്ജി എപ്പോഴും പോകാൻ ഇഷ്ടപ്പെടുന്ന, അല്ല ഇഷ്ടത്തോടെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഷോപ്പ്. Mr. Kumar had been a state player once and had scored a century in a match against ടാൻസാനിയ. അങ്ങനെ ടാൻസാനിയ ആയിട്ട് കളിച്ച സമയത്ത്, അതായത് ടാൻസാനിയ രാജ്യത്തിൻ്റെ ടീമായിട്ട് കളിച്ച സമയത്ത് 100 റൺസ് സ്കോർ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഒരു സ്റ്റേറ്റ് പ്ലെയറും കൂടിയായിരുന്നു മിസ്റ്റർ കുമാർ. Now he was too old for first class cricket, but he liked encouraging young players. ഇപ്പം അദ്ദേഹത്തിന് പ്രായമായി, അങ്ങനെ ക്രിക്കറ്റ് മാച്ചൊന്നും കളിക്കാൻ പറ്റില്ല. പക്ഷേ ഈ യങ് പ്ലേയേഴ്സ്, അതായത് ചെറുപ്പക്കാരായ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. He thought Ranji would make a good cricketer as good as India's famous players. അപ്പോൾ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാരെ പോലെ തന്നെ ഒരു കളിക്കാരനായിട്ട് രഞ്ജി മാറുമെന്ന് ഇദ്ദേഹത്തിന് തോന്നി. He just loved to stare at Mr. Kumar's goods, cricket bats, balls, badminton rackets, hockey sticks. But today he didn't feel like going in. Actually ഈ രഞ്ജിക്ക് ഈ കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കടയിൽ പോയിട്ട് അവിടുത്തെ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് അവൻ അങ്ങനെ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല. രഞ്ജി, വേർ ആർ യു റണ്ണിങ് ഓഫ് ടു? മിസ്റ്റർ കുമാർസ് ജോവിയൽ വോയിസ് സ്റ്റോപ്ഡ് ഹിം. അപ്പം ഈ രഞ്ജി ഇങ്ങനെ അവിടെ കയറാതെ ഇങ്ങനെ പോകുന്ന കണ്ടപ്പം കുമാർ എന്ത് ചെയ്ത് രഞ്ജിനോട് ചോദിച്ചു, രഞ്ജി നീ എവിടേക്കാണ് നീ ഇങ്ങനെ പോയി കളയുന്നത് എന്ന് സ്നേഹത്തോടെ, ജോവിയൽ വോയിസ്, അതായത് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയുള്ള ആ ചോദ്യം. അത് കേട്ടപ്പോൾ ഹി വാക്ക് സ്ലോലി ഇൻ ടു ദ ഷോപ്പ്. അങ്ങനെ മെല്ലെ രഞ്ജി കടേൻ്റെ അകത്തേക്ക് കയറിപ്പോയി. വാട്ട്സ് റോങ് വിത്ത് യു? യു ലുക്ക് സോ മോൺഫുൾ. മിസ്റ്റർ കുമാർ സ്പോക്ക് ടു ഹിം ചിയർഫുള്ളി ആസ് യൂഷ്വൽ. പക്ഷെ കുമാർ സാധാരണ പോലെ തന്നെ സന്തോഷത്തോടെ തന്നെ അവനോട് സംസാരിച്ചു. പക്ഷെ അവനോട് ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? വാട്ട്സ് റോങ് വിത്ത് യു? എന്താ പ്രശ്നം? നിന്റെ മുഖത്ത് വല്ലാതെ ദുഃഖം കാണുന്നുണ്ടല്ലോ. മോൺഫുൾ എന്ന് പറഞ്ഞാൽ ദുഃഖം. ഓ നത്തിങ്, I just scored a duck. Ranji tried to cheer himself up. അപ്പം ഈ കുമാർ ചോദിച്ചല്ലോ, എന്ത് പറ്റി? നിന്നെ കാണുമ്പോൾ ഒരു ദുഃഖം തോന്നുന്നുണ്ടല്ലോ, നിന്റെ മുഖത്തൊരു ദുഃഖം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പം രഞ്ജി പറയാണ്, ഓ അതൊന്നുമില്ല, I just scored a duck. അതായത് ഞാൻ 0 സ്കോറിൽ ഔട്ടായി. അതാണ് സ്കോർ എ ഡക്ക് എന്ന് ക്രിക്കറ്റിൽ പറയുമ്പോൾ 0 സ്കോറിൽ ഔട്ടാവുക. രഞ്ജി ട്രൈ ടു ചിയർ ഹിംസെൽഫ് അപ്പ്. പക്ഷേ ഈ ദുഃഖമൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ രഞ്ജി ശ്രമിക്കുന്നുണ്ടായിരുന്നു. He went on to tell Mr. Kumar about the match. അങ്ങനെ മിസ്റ്റർ കുമാറിനോട് ആ മാച്ചിൽ എന്ത് സംഭവിച്ചു, എന്തായി, എങ്ങനെയാണെന്നൊക്കെ വിവരിച്ച് പറഞ്ഞു കൊടുത്തു. Come on, let me show you something. Mr. Kumar led Ranji to the inner room of the shop when he had finished. അങ്ങനെ രഞ്ജി ആ മാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം കുമാർ പറഞ്ഞു, നീ വാ, എൻ്റെ കൂടെ വാ, എനിക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ കടയുടെ മറ്റൊരു മുറി, ഇന്നർ മുറി, അതായത് അകത്തുള്ള വേറൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. Puzzled, Ranji followed Mr. Kumar through the curtained partition at the back of the shop. അങ്ങനെ ഒരു സംശയത്തോടു കൂടെ, അതാണ് പസിൽഡ് എന്ന് പറയുന്നത്, ഒരു സംശയത്തോടു കൂടെ എന്തിനായിരിക്കും എന്നെ അങ്ങോട്ട് ആ റൂമിലേക്ക് വിളിക്കുന്നത് എന്നൊക്കെ ഒരു മനസ്സിലെ ചിന്തയോടു കൂടെയാണ് ഈ രഞ്ജി കുമാറിൻ്റെ പിന്നാലെ ആ കേർട്ടനിട്ട് മറച്ചിരിക്കുന്ന ഷോപ്പിൻ്റെ പിന്നിലുള്ള ആ റൂമിലേക്ക് പോയത്.
He found himself in a badly lit room, stacked to the ceiling with all kinds of old and second-hand sporting goods. അപ്പോൾ ഇവർ എത്തിച്ചേർന്നത് തീരെ വെളിച്ചമില്ലാത്തൊരു മുറിയാണ്. അവിടെ ഈ പഴയ സെക്കൻഡ് ഹാൻഡും പഴയതുമായ സ്പോർട്സ് ഗുഡ്സൊക്കെ ഇങ്ങനെ സീലിംഗ് വരെ ഒന്നിനു മേലെ ഒന്നായിട്ട്, അതാണ് സ്റ്റാക്ഡ് എന്ന് പറയാം, ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി നിറച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ മുറിയിൽ അടക്കി വെച്ചിരിക്കുന്നത് നോക്കാം. ടോൺ ഫുട്ബോൾ ബ്ലാഡേഴ്സ്, അങ്ങനെ കീറി പറഞ്ഞ ഫുട്ബോളിൻ്റെ ബ്ലാഡറുകൾ. ബ്രോക്കൺ ബാറ്റ്സ്, പൊട്ടിയ ക്രിക്കറ്റ് ബാറ്റുകൾ. റാക്കറ്റ്സ് വിത്തൗട്ട് സ്ട്രിങ്സ്, അതായത് ഷട്ടിൽ കളിക്കുന്ന റാക്കറ്റ് സ്ട്രിങ്സ് ഒന്നുമില്ല, അത് സ്ട്രിങ് ഒക്കെ പൊട്ടിയിട്ട്. ബ്രോക്കൺ ഡാർട്സ്, അതായത് ജാവലിൻ ത്രോ പോലെ എറിയുന്ന കുന്തമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പൊട്ടിയിട്ട്. ആൻഡ് ടാറ്റേർഡ് ബാഡ്മിൻ്റൺ നെറ്റ്സ്, അങ്ങനെ കീറി പറഞ്ഞ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ നടുക്ക് കിട്ടുന്ന നെറ്റ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഫുള്ള് ആ മുറി നിറച്ചിരിക്കുകയാണ്. മിസ്റ്റർ കുമാർ ബിഗാൻ examining a number of old cricket bats, and after a few minutes he said, and picked up one of the bats and held it out to Ranji. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, മിസ്റ്റർ കുമാർ അവിടെയൊക്കെ നോക്കി, അതായത് ഓൾഡ് ക്രിക്കറ്റ് ബാറ്റ്സ് ഒക്കെ ഉണ്ട് കുറേ, അതിലൊക്കെ നോക്കി 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്റ് എടുത്തിട്ട് രഞ്ജിനെ കാണിച്ചു കൊടുത്തു. ദിസ് ഈസ് ഇറ്റ്, ഹി സെഡ്, ദിസ് ഈസ് ദ ലക്കിയസ്റ്റ് ഓഫ് ഓൾ മൈ ഓൾഡ് ബാറ്റ്സ്. അപ്പോൾ എന്താണ്, ആ ഒരു ബാറ്റ് കിട്ടിയപ്പം കുമാർ എന്ത് പറഞ്ഞു, ഇതാണ് ആ ബാറ്റ്, ഇതാണ് എൻ്റെ പഴയ ബാറ്റുകളിൽ വെച്ച് ഏറ്റവും ഭാഗ്യം ഏറിയ ബാറ്റ്. ദിസ് ഈസ് ദ ബാറ്റ് ഐ മെയ്ഡ് എ സെഞ്ചുറി വിത്ത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ആൻ ഓൾഡ് ബാറ്റ്, ബട്ട് ഇറ്റ് ഹാസൻറ്റ് ലോസ്റ്റ് എനി ഓഫ് ഇറ്റ്സ് മാജിക്, സെഡ് മിസ്റ്റർ കുമാർ. ഹി ഹെൽഡ് ഇറ്റ് ഔട്ട് ടു രഞ്ജി. ഈ ബാറ്റ് വെച്ചിട്ടാണ് ഞാൻ സെഞ്ചുറി അടിച്ചത്. ഓക്കെ, ശരിയാണ്, ഇത് പഴയ ബാറ്റാണ്, പക്ഷെ ഇപ്പോഴും അതിൻ്റെ ആ മാജിക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുമാർ എന്ത് ചെയ്തു, ഈ ബാറ്റ് രഞ്ജിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഹിയർ, ടേക്ക് ഇറ്റ്, ഐ'll lend it to you for the rest of the cricket season. You won't fail with it. Just take care of yourself. ഇത് നീ എടുത്തോ, ഈ ബാറ്റ് ഞാൻ നിനക്ക് കടമായിട്ട് തരാണ് അടുത്ത ക്രിക്കറ്റ് സീസണൊക്കെ കളിക്കാനായിട്ട്. ഓക്കെ, ഇതുകൊണ്ട് നിനക്കൊരു തോൽവി വരില്ല, പക്ഷേ ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, നീ നിന്നെ തന്നെ ഒന്ന് ശരിക്ക് സൂക്ഷിക്കണം, കെയർ ചെയ്യണം, ആ ശരീരത്തെ ഒന്ന് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. രഞ്ജി took the bat and gazed it with an awe and delight. രഞ്ജി എന്താ ചെയ്തത്, ആ ബാറ്റ് കയ്യിൽ വാങ്ങിയിട്ട് വളരെ ആനന്ദത്തോടുകൂടിയും വിസ്മയത്തോടുകൂടിയും, ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ആനന്ദം, ആവ് എന്ന് പറഞ്ഞാൽ വിസ്മയത്തോടുകൂടെ ഉറ്റുനോക്കി, അതാണ് ഗേസ്ഡ് എന്ന് പറയുന്നത്. The magic bat seemed to change Ranji's luck. The next Saturday he scored 58 runs and led his school to victory against the rival team. അങ്ങനെ ഇവിടെ ഈ ബാറ്റിൻ്റെ മാജിക് പ്രവർത്തിക്കാൻ തുടങ്ങി. രഞ്ജിക്ക് നല്ല ലക്ക് ഉണ്ടായി. എന്താ കാരണം, കഴിഞ്ഞ സാറ്റർഡേ സ്കൂൾ മാച്ചിൽ രഞ്ജി 58 റൺസ് എടുക്കുകയും ചെയ്തു, അവൻ്റെ സ്കൂള് വിജയിച്ചു. എഗെയിൻസ്റ്റ് ദ റൈവൽ ടീം, അതായത് എതിർ ടീമിനോട് അവർ വിജയിച്ചു. ഓൺ ഹിസ് വേ ഹോം, രഞ്ജി സ്റ്റോപ്ഡ് അറ്റ് മിസ്റ്റർ കുമാർ ഷോപ്പ് ടു ഗിവ് ഹിം ദ ഗുഡ് ന്യൂസ്. വി വൺ, ഹി സെഡ്, ആൻഡ് ഐ മെയ്ഡ് 58, മൈ ഹയസ്റ്റ് സ്കോർ സോ ഫാർ. ഇറ്റ് റിയലി ഇസ് എ ലക്കി ബാറ്റ്. അങ്ങനെ രഞ്ജി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുമാറിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഈ നല്ല വാർത്ത അവനെ അറിയിച്ചു, ഇവർ ജയിച്ച കാര്യം അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 58 റൺസ് എടുത്തു, എൻ്റെ ക്രിക്കറ്റ് മാച്ച് ഇതുവരെ ഞാൻ കളിച്ചതിൽ ഹയസ്റ്റ് സ്കോറാണത്. ഈ ബാറ്റ് ഒരു നല്ല ലക്കുള്ള ബാറ്റ് തന്നെയാണ്. ഐ ടോൾഡ് യു, സെഡ് മിസ്റ്റർ കുമാർ, ഗിവിംഗ് രഞ്ജി എ വാം ഹാൻഡ് ഷേക്ക്. അങ്ങനെ ഒരു നല്ലൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് മിസ്റ്റർ കുമാർ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് നല്ല ലക്കുള്ള ബാറ്റാന്ന്. There'll be bigger scores yet. ഇനിയും നിനക്ക് ഇതിൽ കൂടുതൽ സ്കോർ നേടാൻ സാധിക്കും. But then something unexpected happened. After one of the next matches, Ranji had to take one of his teammates, Beam, who was injured during the match, to the hospital. പക്ഷേ പിന്നീട് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. അതാണ് അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. എന്താ സംഭവിച്ചത്, ഒരു മാച്ച് കഴിഞ്ഞ ശേഷം രഞ്ജിൻ്റെ ഒരു ടീംമേറ്റ്, ബീം എന്ന് പറഞ്ഞ ടീംമേറ്റിന് പരിക്ക് പറ്റിയിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. രഞ്ജിക്ക് അവൻ്റെ കൂടെ പോകേണ്ടതായിട്ടും വന്നു. ഇൻ ഹിസ് ആങ്സൈറ്റി അബൌട്ട് ബീം, ഹി ലെഫ്റ്റ് ഹിസ് ബാറ്റ് ഓൺ ദ ബസ്. അങ്ങനെ ഈ ബീമിനെ കുറിച്ചുള്ള വിഷമത്തിൽ, ഇവന് പരിക്ക് പറ്റില്ല, ആ ഒരു ബേജാറിൽ എന്ത് പറ്റി, ആ ബാറ്റ് ആ ബസ്സിൽ വെച്ച് മറന്നുപോയി. ഹി റിമെമ്പേർഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ ഹി റീച്ച്ഡ് ഹോം. ഇവൻ തിരിച്ച് വീട്ടിലെത്തിയ സമയത്താണ് ആ ബാറ്റിനെ കുറിച്ച് ഓർക്കുന്നത്. ഹി കുഡിൻ റിമെമ്പർ വിച്ച് ബസ് ഹി ഹാഡ് ട്രാവൽഡ്. പക്ഷേ അവൻ ഏത് ബസ്സിലാണ് യാത്ര ചെയ്തതെന്നും അതുപോലെ ഓർമ്മയില്ല. ദ മാജിക് ബാറ്റ് വാസ് ലോസ്റ്റ്. അങ്ങനെ ആ മാജിക് ബാറ്റ് നഷ്ടപ്പെട്ടു. ഇവിടെ കണ്ടോ, രഞ്ജി വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് വീട്ടിൽ ആ ബാറ്റും ആലോചിച്ചിട്ട്. നെക്സ്റ്റ് ഡേ ഹി വാസ് അറ്റ് മിസ്റ്റർ കുമാർ ഷോപ്പ്, ലുക്കിംഗ് വെരി സോറി ഫോർ ഹിംസെൽഫ്.
വാട്ട്സ് ദ മാറ്റർ ആസ്ക്ഡ് കുമാർ. അങ്ങനെ അടുത്ത ദിവസം വളരെ വിഷമത്തോടുകൂടെ കുമാറിൻ്റെ ഷോപ്പിൽ പോയി. അത് കണ്ടിട്ട് കുമാർ അവനോട് ചോദിച്ചു, വാട്ട്സ് ദ മാറ്റർ, എന്താണ് പ്രശ്നം? ഐ ഹവ് ലോസ്റ്റ് ദ ബാറ്റ് സെഡ് രഞ്ജി, യുവർ ലക്കി ബാറ്റ്. നിങ്ങളുടെ ആ ലക്കി ബാറ്റില്ലേ, അത് എൻ്റെ അടുത്ത് നഷ്ടമായി. ദ വൺ ഐ മെയ്ഡ് ഓൾ ദോസ് റൺസ് വിത്ത്. ഞാൻ ഇത്രയും മാച്ചുകളിലൊക്കെ റൺസൊക്കെ എടുത്ത ആ ബാറ്റായിരുന്നു അത്. ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ബസ്. ഞാനത് ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടു. ആൻഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ വി ആർ പ്ലേയിങ് ദ ഡൽഹി സ്കൂൾ. അങ്ങനെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ ഡൽഹി സ്കൂളായിട്ടൊരു മാച്ച് ഉണ്ട്. വിത്തൗട്ട് യുവർ ബാറ്റ് ഐ വിൽ ബി ഔട്ട് ഫോർ എ ഡക്ക് ആൻഡ് വി ലൂസ് ആ ചാൻസ് ഓഫ് ബീയിങ് ദ സ്കൂൾ ചാമ്പ്യൻസ്. അങ്ങനെ നിങ്ങളുടെ ആ ബാറ്റ് ഇല്ലാതെ ഞാൻ ഡക്ക് ഔട്ടാവും. അതായത് എനിക്ക് ഒരു സ്കോറും ചെയ്യാൻ പറ്റില്ല, ഞാൻ 0 ഔട്ടാവും. അതോടുകൂടെ നമുക്ക് സ്കൂൾ ചാമ്പ്യൻഷിപ്പും നഷ്ടമാവും. മിസ്റ്റർ കുമാർ ലുക്ക്ഡ് എ ലിറ്റിൽ ആങ്ഷ്യസ് അറ്റ് ഫസ്റ്റ്. ദെൻ ഹി സ്മൈൽഡ് ആൻഡ് സെഡ്, യു ക്യാൻ സ്റ്റിൽ മേക്ക് ഓൾ ദ റൺസ് യു വാണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ആ ബാറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം മിസ്റ്റർ കുമാറിനൊരു ഉത്കണ്ഠ തോന്നി, ഒരു ചെറിയൊരു വിഷമം തോന്നി മനസ്സിൽ, ഞാൻ ബാറ്റ് തിരിച്ചു കിട്ടുമോ ഇല്ലോ എന്ന്. പക്ഷെ പിന്നീട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, യു ക്യാൻ സ്റ്റിൽ മേക്ക് ഓൾ ദ റൺസ് യു വാണ്ട്. നിനക്ക് ആ ബാറ്റ് ഇല്ലെങ്കിലും നിനക്ക് വേണ്ടുന്ന സ്കോറൊക്കെ റൺസൊക്കെ നിനക്ക് നേടാൻ പറ്റും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ ബാറ്റ് എനി മോർ സെഡ് രഞ്ജി. അപ്പോൾ രഞ്ജി എന്ത് പറഞ്ഞറിയോ? പക്ഷെ ആ ഭാഗ്യമുള്ള ബാറ്റില്ലേ നിങ്ങൾ തന്നില്ലേ, ആ ബാറ്റ് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലല്ലോ. എനി ബാറ്റ് വിൽ ഡു, മിസ്റ്റർ കുമാർ റിപ്ലൈഡ്. പക്ഷെ കുമാർ അതിനൊരു മറുപടി എന്താ പറഞ്ഞത്? ആ ബാറ്റ് വേണമെന്നില്ല, ഏത് ബാറ്റായാലും മതി. അപ്പോൾ രഞ്ജി ചോദിച്ചു, വാട്ട് ഡു യു മീൻ? നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഐ മീൻ ഇറ്റ്സ് ദ ബാറ്റ്സ്മാൻ ആൻഡ് നോട്ട് ദ ബാറ്റ് ദാറ്റ് കൗണ്ട്സ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻ്റെ കഴിവാണ്, അല്ലാതെ ബാറ്റ് അല്ല അവിടുത്തെ കാര്യം. ഷാൽ ഐ ടെൽ യു സംതിങ്? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ദാറ്റ് ഓൾഡ് ബാറ്റ് ഐ ഗേവ് യു വാസ് നോ ഡിഫറെൻറ്റ് ഫ്രം എനി അതർ ബാറ്റ് ഐ ഹവ് യൂസ്ഡ്. അതായത് ഞാൻ നിനക്ക് തന്ന ആ ഒരു ബാറ്റ് ഉണ്ടല്ലോ, പഴയ ബാറ്റ്, നല്ല ഭാഗ്യമുള്ള ബാറ്റാന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഞാൻ ഉപയോഗിച്ച മറ്റുള്ള ബാറ്റുകളിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. ട്രൂ, ഐ മെയ്ഡ് ലോട്ട്സ് ഓഫ് റൺസ് വിത്ത് ഇറ്റ്, ബട്ട് ഐ മെയ്ഡ് റൺസ് വിത്ത് അതർ ബാറ്റ്സ് ടു. ശരിയാണ്, ഞാൻ ആ ബാറ്റ് വെച്ചിട്ട് ധാരാളം റൺസ് എടുത്തിട്ടുണ്ട്, പക്ഷേ മറ്റുള്ള ബാറ്റുകൾ ഉപയോഗിച്ചിട്ട് ഞാൻ റൺസ് എടുത്തിട്ടുണ്ട്. ഐ നെവർ ഡിപ്പെൻഡഡ് ഓൺ എ സ്പെഷ്യൽ ബാറ്റ് ഫോർ മൈ റൺസ്. ഞാൻ ഒരിക്കലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രത്യേക ബാറ്റിൽ റൺസ് എടുക്കാനായിട്ടോ കളിക്കാനായിട്ടോ ഞാൻ ആശ്രയിച്ചിരുന്നില്ല. എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. ഇവിടെ എന്താ പറയുന്നത്? ഒരു ബാറ്റ്സ്മാൻ മാജിക് ചെയ്യുകയാണെങ്കിൽ, അതായത് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ, ആ ഒരു ബാറ്റ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബാറ്റ് മാജിക് ചെയ്തതുപോലെ നമുക്ക് തോന്നും. വാട്ട് യു നീഡഡ് വാസ് കോൺഫിഡൻസ്, നോട്ട് എ ബാറ്റ്. നിനക്ക് കോൺഫിഡൻസ് ആയിരുന്നു ആവശ്യം, അതായത് ആത്മവിശ്വാസമായിരുന്നു ആവശ്യം, ഒരു ബാറ്റല്ല. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദ ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. ഞാൻ തന്ന ആ ബാറ്റ് ഉണ്ടല്ലോ, അതിൽ നീ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചു, അതുകൊണ്ട് നിനക്ക് നിന്റെ ആത്മവിശ്വാസം തിരിച്ചു കിട്ടി. വാട്ട്സ് കോൺഫിഡൻസ് ആസ്ക്ഡ് രഞ്ജിത്ത്. രഞ്ജിത്ത് ചോദിച്ചു, എന്താണ് ഈ കോൺഫിഡൻസ്? എന്താണ് ആ വാക്കുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? ഇറ്റ് വാസ് എ ന്യൂ വേർഡ് ഫോർ ഹിം. രഞ്ജിത്ത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പുതിയ വാക്കായിരുന്നു അത്, കോൺഫിഡൻസ്, ആത്മവിശ്വാസം. കോൺഫിഡൻസ് സെഡ് മിസ്റ്റർ കുമാർ സ്ലോലി. അങ്ങനെ കുമാർ എന്ത് ചെയ്തു? ഈ കോൺഫിഡൻസ് എന്നുള്ള വാക്കിനെ വളരെ പതുക്കെയായിട്ട് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്. എന്താണ് ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കുക, അതാണ് കോൺഫിഡൻസ്. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിത്തൗട്ട് ദ ബാറ്റ്. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്? ആ ബാറ്റില്ലാതെ എനിക്ക് നല്ലോണം കളിക്കാൻ പറ്റും എന്നാണോ? ഓഫ് കോഴ്സ്, യു ഹാവ് ഓൾവേസ് ബീൻ ഗുഡ്. യു ആർ ഗുഡ് നൗ. യു വിൽ ബി ഗുഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ ടു. റിമെമ്പർ ദാറ്റ്. തീർച്ചയായിട്ടും നീ നല്ലോണം കളിച്ച കുട്ടിയാണ്, നീ ഇപ്പോഴും നല്ലോണം കളിക്കും, മറ്റന്നാളും നീ നല്ലോണം കളിക്കാൻ പോവുകയാണ്. അത് നിന്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവട്ടെ. ഇഫ് യു റിമെമ്പർ ഇറ്റ് യു വിൽ മേക്ക് ദ റൺസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലോണം നിന്റെ ഓർമ്മയിൽ വെക്കുകയാണെങ്കിൽ നിനക്ക് നല്ലോണം റൺസ് എടുക്കാൻ പറ്റും, നല്ലോണം കളിക്കാൻ പറ്റും. വൈ ഡോണ്ട് യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ? എന്തുകൊണ്ട് നിനക്കൊരു ശ്രമം നടത്തിക്കൂടാ? ഓൺ സാറ്റർഡേ രഞ്ജി വാക്ക്ഡ് ടു ദ വിക്കറ്റ് വിത്ത് എ ബാറ്റ് ബോറോഡ് ഫ്രം ബീം. അങ്ങനെ ശനിയാഴ്ച വന്നു ആ മാച്ചിന് കളിക്കാനായിട്ട്. അവൻ്റെ ഫ്രണ്ടല്ലോ, അന്ന് പരിക്ക് പറ്റിയ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു ബാറ്റ് തൽക്കാലത്തേക്ക് വാങ്ങിയിട്ട് രഞ്ജി ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. ദ സ്കൂൾ ടീം ഹാഡ് ലോസ്റ്റ് ഇറ്റ്സ് ഫസ്റ്റ് വിക്കറ്റ് വിത്ത് ഓൺലി 2 runs ഓൺ ദ ബോർഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സ്കൂൾ ടീമിലെ ആദ്യത്തെ ബാറ്റ്സ്മാൻ ഔട്ടായി കഴിഞ്ഞു. അദ്ദേഹത്തിന് 2 റൺസേ എടുക്കാൻ സാധിച്ചുള്ളൂ. രഞ്ജി വെന്റ് ഇൻ അറ്റ് ദിസ് സ്റ്റേജ്. ഈ സ്റ്റേജിലാണ്, അതായത് ഈ ഒരു അവസ്ഥയിലാണ് രഞ്ജി ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്.
the Delhi school's opening bowler was sending down some really fast ones. അപ്പോൾ ആ ഡൽഹി സ്കൂളിൻ്റെ ഓപ്പണിംഗ് ബൗളർ ഉണ്ടല്ലോ, നല്ല ഫാസ്റ്റ് ബൗളറാണ്, നല്ല സ്പീഡിലാണ് ബൗളർ ചെയ്യുന്നത്. രഞ്ജി ഫേസ്ഡ് അപ് ടു ഹിം. അങ്ങനെ രഞ്ജി അവനെ ഫേസ് ചെയ്യാനായിട്ട് പോയി വിക്കറ്റിൻ്റെ അടുത്ത് നിന്നു. ദ ഫസ്റ്റ് ബോൾ വാസ് വെരി ഫാസ്റ്റ് ബട്ട് ഇറ്റ് വാസ് ഓൺ എ ഗുഡ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ആദ്യത്തെ ബോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ബോൾ ചെയ്തത്, പക്ഷേ അവിടെ പറയുന്നുണ്ട് ഇറ്റ് വാസ് ഓൺ എ ഗുഡ് ലെങ്ത്. അതായത് ആ ബോൾ കറക്റ്റ് ലെങ്ത്തിലല്ല വന്നതെന്ന് പറയാൻ കാരണം വെച്ചാൽ ബാറ്റ്സ്മാന് ഒന്ന് ഈസി ആയിട്ട് അതിനെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ബോൾ വരിക. അതാണ് നല്ല ലെങ്ത്തിൽ അല്ല എന്ന് പറയാൻ കാരണം. ക്വിക്ക് ഓൺ ഹിസ് ഫീറ്റ് രഞ്ജി സ്റ്റെപ്ഡ് ബാക്ക് ആൻഡ് പുൾഡ് ഇറ്റ് ഹാർഡ് ടു ദ ലോങ് ഓൺ ബൗണ്ടറി. അങ്ങനെ ബാക്ക് ഫുട്ട് എടുത്ത് പിന്നോട്ട് നീങ്ങി അങ്ങനെ അടിച്ചു, നല്ലൊരു സ്ട്രൈക്ക് കൊടുത്തു, കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രൈക്ക് കൊടുത്തു. ആ ബോൾ അങ്ങോട്ട് ലോങ് ബൗണ്ടറിയിലേക്ക് പോയി. അതായത് 4 റൺസിന്റെ ബൗണ്ടറിയും കടന്നാണ് ഈ ബോൾ പോയതെന്നാണ് പറയുന്നത്. ദ ബോൾ സോഡ് ഓവർ ദ ഹെഡ്സ് ഓഫ് ദ ഫീൽഡേഴ്സ് ആൻഡ് ലാൻഡഡ് വിത്ത് എ ക്രാഷ് ഇൻ എ ക്രേറ്റ് ഫുൾ ഓഫ് കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ്. ഓക്കെ, അപ്പോൾ ഈ ബോൾ എങ്ങനെ പോയി എന്നാണ് പറയുന്നത്, ദ ബോൾ സോഡ് ഓവർ ദ ഹെഡ്സ് ഓഫ് ദ ഫീൽഡേഴ്സ്. അതായത് ഈ ഫീൽഡ് ചെയ്യുന്ന വ്യക്തികളുടെ തലയുടെ മേലെ കൂടെ പോയി എന്നിട്ട് എവിടെ വീണു, വിത്ത് എ ക്രാഷ് ഇൻ എ ക്രേറ്റ് ഫുൾ ഓഫ് കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ്. അതായത് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ അടക്കി വെച്ചിരിക്കുന്ന ഒരു പെട്ടി ഉണ്ട്, അതിനാണ് ക്രേറ്റ് എന്ന് പറയുക, അതിൻ്റെ മേലെ പോയിട്ടാണ് വീണത്. എ 6, എവ്രി വൺ സ്റ്റുഡ് അപ്പ് ആൻഡ് ചിയർഡ്. ഓക്കെ, അത് 6 റൺസായി. അതായത് 4ന്റെ ബൗണ്ടറി കടന്ന് ഉയരത്തിൽ നിലമൊന്ന് തട്ടാതെ നേരെ പോയി അപ്പുറം വീണ്. അപ്പോൾ അത് 6 റൺസായിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ എല്ലാവരും ഗാലറിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആഹ്ലാദിച്ചു, ഉറക്കെ കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ദ ബിഗിനിങ് ഓഫ് രഞ്ജീസ് വണ്ടർഫുൾ ഇന്നിങ്സ്. അങ്ങനെ രഞ്ജിയുടെ ആ നല്ല രീതിയിലുള്ള കളിയുടെ ഒരു ആരംഭമായിരുന്നു ഈ മാച്ച്. ദ മാച്ച് എൻഡഡ് ഇൻ എ ഡ്രോ. അങ്ങനെ ഈ മാച്ച് ഡ്രോയിൽ അവസാനിച്ചു. ബട്ട് രഞ്ജീസ് 75 വാസ് ദ ടോക്ക് ഓഫ് ദ സ്കൂൾ. പക്ഷേ രഞ്ജി സ്കോർ ചെയ്ത 75 റൺസ് ആയിരുന്നു സ്കൂളിൽ മുഴുവനും ഒരു സംസാര വിഷയം. ഓൺ ഹിസ് വേ ഹോം ഹി ബോട്ട് എ ഡസൻ ലഡൂസ്, 6 ഫോർ ഹിസ് നെയ്ബർ കോക്കി ആൻഡ് 6 ഫോർ മിസ്റ്റർ കുമാർ. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവനൊരു ഡസൻ ലഡു വാങ്ങിയിട്ടാണ് പോയത്. ഒരു ഡസന് 12 ലഡു വാങ്ങിപ്പോയി. 6 അവൻ്റെ അയൽവാസിയായ കോക്കി എന്ന് പറഞ്ഞ വ്യക്തിക്കും, 6 മിസ്റ്റർ കുമാറും. ഓക്കെ സ്റ്റുഡൻസ്, രഞ്ജീസ് മാജിക് ബാറ്റ് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ, യുവർ ക്ലാസ് റൂം at 2310.